എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നവരാത്രി സ്പെഷ്യൽ ബോട്ടിലാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നവരാത്രി ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പരന്ന ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിന് മുകളിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് കളർ എല്ലായിടവും ഈവൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ബേസ് കോട്ടെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ദേവിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ഞാൻ ഇതിലൊരു ഔട്ട്ലൈൻ ഇട്ടിരിക്കുകയാണ്. ഈ ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് തന്നേ ഉള്ളൂ. ഇനി ഈ സ്കിൻ ടോൺ വരേണ്ടിടത്തെല്ലാം ആ ഒരു കളർ കൊടുക്കുകയാണ്. ഈ കളർ തന്നെ ലൈറ്റാക്കിയും ഡാർക്കാക്കിയും ഒരു ഷെയ്ഡും വരുത്തിയിട്ടുണ്ട്. ഓരോ കളർ ഉണങ്ങിയതിന് ശേഷം അടുത്ത് കൊടുക്കേണ്ട കളറുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അക്രിലിക് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബോട്ടിലിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഒരു ഓറഞ്ച് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും യെല്ലോ കളറൊന്ന് അപ്ലൈ ചെയ്ത് ഓറഞ്ചുമായിട്ടൊന്ന് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസിൽ കുറച്ച് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് ദേവിയുടെ കിരീടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വലിയ കാർഡ്ബോർഡ് പീസിൽ ഇടയ്ക്ക് വരുന്ന ലെയർ ഒരെണ്ണം ഇളക്കിയെടുത്തിരിക്കുന്നതാണ്. അലങ്കാരത്തിന് ഇതിന് മുകളിലേക്ക് നമുക്ക് വളച്ചൊട്ടിച്ചു ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ ഒട്ടിക്കുന്നത്. ഇതിന് താഴ്ഭാഗത്തേക്ക് ഒരു സിൽവർ കളർ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിന് താഴെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗോൾഡൻ കളർ ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിബോണ്ട് ഉപയോഗിച്ചാണ് ഈ സ്റ്റോണുകളൊക്കെ ഞാൻ ഒട്ടിക്കുന്നത്. ഈ പോർഷനിൽ നമുക്ക് ഒരു കോട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ 3 പീസുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിന് മുകളിലും ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിനെല്ലാം ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇതിന് നടുവിൽ ഒരു ചെറിയ മിറർ പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഉണങ്ങിയതിന് ശേഷം ഇതിന് മുകളിൽ നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യണം. അപ്പം അത് കുറച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ബ്ലാക്ക് അടിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഇനി ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു.
ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ നേരത്തെ ഒരു ഗോൾഡൻ ത്രെഡ് ഒട്ടിച്ചു കൊടുത്തായിരുന്നു. ഇതിൽ വേറെ കളറുകളൊക്കെ ഉപയോഗിച്ച് ചെറിയ കുറച്ച് അലങ്കാര പണികൾ കൂടെ ചെയ്യുന്നുണ്ട്. ഇതിലും നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാത്തിലും കുറച്ച് വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് വേറെ 2 റൗണ്ട് പോർഷൻ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നമുക്ക് യഥാസ്ഥാനത്ത് ഒട്ടിച്ചെടുക്കണം. ആദ്യം കിരീടത്തിൻ്റെ മുകളിലെ പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെവി കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഞാനിനി ഒട്ടിക്കുന്നത്. ഇത് രണ്ടും ഇരു സൈഡിലായിട്ട് വരേണ്ടതാണ്. അതിന് മുമ്പ് താഴ്ഭാഗത്തെ പോർഷൻ അങ്ങ് ഒട്ടിച്ചെടുക്കണം. ഏറ്റവും താഴെ ചെറിയൊരു ഗോൾഡൻ റിബണും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഏറ്റവും മുകളിലുള്ളതാണ്. ഇത് ഉള്ളിലേക്ക് കയറ്റി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇരു സൈഡിലുമായിട്ട് ഇതും ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഒരുപാട് നീണ്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ കണ്ണിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഹെയറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അടിക്കുമ്പോഴത്തേക്കും നല്ലൊരു തിളക്കം ലഭിക്കും. ഈ നെക്ക് ഭാഗത്ത് ചെറിയൊരു ലേസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.